എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? തിരിച്ചും മറിച്ചും RPF പോലീസും ഒക്കെ നോക്കി. MV ഗോവിന്ദനും AN ഷംസീറും പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിരിച്ച് പിഴിഞ്ഞ് കൈയൊടിച്ച ദൃശ്യങ്ങൾ എവിടെയുമില്ല. നാട്ടുകാർക്ക് മൊത്തം കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇനിയും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണം. ഞാനിവിടെ കോൺഗ്രസിന്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പക്ഷെ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനം. അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവര് നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല, നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവരും മൊണ്ണകളല്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതല്ല. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പം പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്? എത്ര പരിഹാസ്യമായിട്ട്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. സമീപനത്തോടുള്ള എന്റെ വിയോജിപ്പ് പറയാതെ ഈ ചർച്ചയിൽ പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ ഒരു വരി അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ അനാരോഗ്യാവസ്ഥയോട് തികച്ചും എമ്പതിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ കൈയൊടിഞ്ഞപ്പോ കൈയൊടിഞ്ഞല്ല ഞാൻ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ ചില ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. KK കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. KK രമയുടെ കൈയൊടിഞ്ഞപ്പോൾ കൈയൊടിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെഞ്ചുപൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെ കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. ഞാൻ പറഞ്ഞില്ല അവാസ്തവമായി ഒന്നും വിലാസിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എന്റെ ചോദ്യം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിക്കിന്റെ കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം. ഇവിടെ പരിക്കിന്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ വിശദീകരണമെല്ലാം പരിക്കിന്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമതെടുക്കാം. നമുക്ക് പരിക്ക് അത്ര മാത്രം ഉണ്ടെന്ന് സംഭവിച്ചെന്താ അവിടെ? അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നത്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. അങ്ങൊരു നല്ല മാധ്യമ പ്രവർത്തനാണല്ലോ, അങ്ങ് പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷന് പുറത്തൊരു പ്രതിഷേധം നടന്നോട്ടെ, സ്വാഭാവികം. ഒരു മന്ത്രി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ പുറത്ത് പ്രതിഷേധിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ചീത്ത വിളിക്കുകയോ എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കയറിയാൽ ഒരു വനിത മാത്രമേ ഉള്ളൂ, ബാക്കി പോലീസുകാർ മാത്രമാണ്. അവരുടെ പേഴ്സണൽ പ്രോഗ്രാമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് അവർക്ക് പൊതുപരിപാടി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനകത്ത് അവർ വ്യക്തിപരമായിട്ട് യാത്ര ചെയ്യലാണ്. ആ യാത്രയെ തടസ്സപ്പെടുത്താൻ പൊതുരംഗത്ത് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡ് ഗതാഗതം സംഭിപ്പിക്കാം, മന്ത്രിമാരെ തടയാം. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് തടസ്സമുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവർ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏരിയയാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് റെയിൽവേയുടെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ആണ് അവിടെ, അല്ലാതെ അത് പൊതുസ്ഥലമല്ലെന്നല്ല പറഞ്ഞത്. അവിടേക്ക് രണ്ടുപേർ ഒളിഞ്ഞും പാത്തും കിടക്കുന്ന മുഴുവൻ മീഡിയകളിലും നമ്മൾ കണ്ടതാണ്. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി കയ്യിൽ കരിങ്കൊടിയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ബാഗ് ഉണ്ട്. അയാൾ ഫാൻസി ഷർട്ടുമാണ്, മറ്റേ ആൾ മുണ്ട് ഷർട്ടുമാണ്. ഇവർ രണ്ടുപേരും കൂടി മന്ത്രി വന്നപ്പോ പോലീസ് അതിന്റെ പുറകിൽ പോകുന്നു. അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തവണ്ണം ഇവർ നുഴഞ്ഞകത്തേക്ക് കയറി. മനസ്സിലായി. ഞാനിപ്പോ തരട്ടെ ആ ദൃശ്യം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം.
വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. അങ്ങ് എത്ര അല്ല, പേര് എനിക്ക് അയച്ചു നിങ്ങളോട് തരണം, ഞാനത് സഹതാപം തോന്നുന്നു. അത് സംപ്രേഷണം ചെയ്യും, ഉറപ്പായും സംപ്രേഷണം ചെയ്യും. അത് അയച്ചു തന്നിട്ട് അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും. എന്റെ പിന്നെ അല്ല ഉറങ്ങ അങ്ങനല്ല, 8 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചു തരണം. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം ആ, പറയാം. അതേ ഉള്ളൂ. അപ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും ഇവര് വരുന്നത് ജനലിൽ കൂടെ എത്തി നോക്കുന്ന ഒരാൾ, ഒരു പയ്യൻ പോയി ജനലിൽ കൂടെ എത്തി നോക്കും. നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇവിടെ മന്ത്രിയുടെ കഴുത്തിന് പറ്റിയ പരിക്ക് നിങ്ങൾ പിരിച്ചൊടിച്ചതും വേറെന്തെങ്കിലും ചെയ്തതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല എം പി എന്ന് പറഞ്ഞാണ് സന്ദർഭത്തിൽ വേറെ ആരും പറഞ്ഞല്ലോ. കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം, ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ ഏർപ്പാട് വേണ്ട. ഒരു പുണ്യാളച്ച പറഞ്ഞോളൂ, എനിക്ക് ആ ദൃശ്യങ്ങൾ ആ അയച്ചു തരൂ. ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ആ ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതിനാ. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? വീണ്ടും വീണ്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നതിനാ. ആ ഏർപ്പാട് വേണ്ട. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉളുക്കെന്ന് പറയും, പെടലിവെട്ട്. ഒരു സ്ത്രീ വല്ലാതെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അത്തരം ഒരാള് അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് അവരെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാവുമ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യം വരാം, സ്ത്രീ എന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അവരുടെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർ കൈകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ നടക്കുന്നുണ്ട്, അവരതിനിടയിൽ CM-നെ ഫോൺ ചെയ്യുന്നുണ്ട്. അവരുടെ അസ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ അവരുടെ കഴുത്തിൽ എത്ര പരിക്ക് പറ്റി, എത്ര ഗ്രാവിറ്റി ഉണ്ട്, എത്ര ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടെ നടന്ന അറ്റാക്കാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ അറ്റാക്ക് ചെയ്യാവോ? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഒരു സമരം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അവരുടെ നേരെ ആക്രോശിച്ചല്ലാവോ? ഈ സമരം എല്ലാവരും ചെയ്യുന്നതല്ലേ? തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. വ്യക്തിപരമായി അവരുടെ വീട്ടിലെ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ നമ്മൾ സമരം നടത്തുന്നത്, അതോ പൊതുസ്ഥാപനത്തിലുള്ള ഇഷ്യൂന്റെ പേരിലാണോ സമരം? RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. പരാജയത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ വെളിവാക്കുമ്പോ കേരളത്തിലെ ആശുപത്രികളുടെ വിജയത്തിന്റെ ചിത്രം കൂടി നിങ്ങൾ ഇടയ്ക്ക് കാണിക്കണം. ശരി, ഓക്കെ. എന്നിട്ട് പരാജയത്തിന്റെ ചിത്രം കാണിക്കണം. ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുത്. അത് ഏത് മഹാൻ വന്ന് കാണിച്ചു എന്ന് ശരി, അതിന് പറഞ്ഞിട്ട് സർക്കാരിന്റെ കാര്യമില്ല. PRD എന്നൊരു വകുപ്പുണ്ട്, നിങ്ങൾ അതിന് പണം കൊടുത്തു പരാജയത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ചിത്രം മാത്രം നമ്മളിവിടെ തുണിയിലാണ്ട് ശരി, ഓക്കെ, വിട്ടേ, അത് വിട്ടേ, നമ്മുടെ വിഷയമല്ല. എന്റെ ചോദ്യം ആനന്ദ് വെച്ചുകൂടാ. അല്ല, എന്റെ ചോദ്യം ആനന്ദ് വെച്ചുകൂടാ. വിഷയം അത് തന്നെ, ലോക നിലവാരത്തിലുള്ള ശരി, ആയിക്കോട്ടെ, ലോക നിലവാരത്തിലെ ശരി നീ ഒന്നും പണയണ്ട. ശരി ഗോപൻ, ശരി, ലോക നിലവാരത്തിലെ കേരള ആശുപത്രി, ലോക നിലവാരത്തിൽ കത്രികൾ വയറ്റിൽ പോകുന്ന, കുഞ്ഞിന്റെ കൈ മുറിച്ച് കളയുന്ന, ഈ പറയുന്ന നായയുടെ വില പോലും ഇല്ലല്ലോ അൻവർ സാത്ത് എന്ന് പറഞ്ഞൊരു CPM-കാരൻ മരിച്ചു പോകുന്ന ലോക നിലവാരത്തിലെ കേരളം സമ്മതിച്ചു. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നെഗറ്റീവായ വാർത്തയോടൊപ്പം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്ന വാർത്തയും കൂടെ നിങ്ങൾ കാണിക്കണം. ഓക്കെ, ശരി, ആയിക്കോട്ടെ, അത് കാണിക്കാം, അതൊക്കെ കാണിക്കാം, എല്ലാം കാണിക്കാം. നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.